സ്നേഹ സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർ മുഴുവൻ പേരും അഴിമതിക്കാരാണോ? സർക്കാർ ജീവനക്കാർ അഴിമതിക്കാരാകുന്നതിൽ പൊതുസമൂഹത്തിന് പങ്കുണ്ടോ? ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഏത് സർക്കാർ ഓഫീസാണെങ്കിലും പ്രത്യേകിച്ചും അടിസ്ഥാന ഓഫീസായ വില്ലേജ് ഓഫീസ് മുതൽ പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി ഓരോ തലങ്ങളിലുള്ള ഓഫീസ് ചുറ്റുവട്ടങ്ങളിലും ഓരോ ചായക്കടകളിലും പീടികകളിലും അതുപോലെ ഹോട്ടലുകളിലുമൊക്കെ ചില കുതന്ത്രങ്ങളും ചില കങ്കാണി സംവിധാനങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇതിൽ മുഴുവൻ ജീവനക്കാരും പങ്കാളികളാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. തന്നെയുമല്ല, എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ അഴിമതിക്കാരായി മാറുന്നത് എന്നും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നമ്മൾ ജീവിതത്തിൽ തിരക്കുള്ളവരാണല്ലോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സമയം തികയുന്നില്ല, അല്ലെങ്കിൽ കാലം പോകുന്നത് അറിയുന്നില്ല എന്നുള്ള വ്യാകുലപ്പെടുന്നവരാണ് നമ്മൾ. അത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ അത്രമാത്രം തിരക്കുള്ള ജീവിതങ്ങളിലൂടെ ഓടി മറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സർക്കാർ ഓഫീസിൽ നമുക്ക് കിട്ടേണ്ട സേവനത്തിന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ സ്വാഭാവികമാണ്. കാരണം നമ്മൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ മാനുവലായിട്ടോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇന്നെല്ലാം ഓൺലൈൻ സംവിധാനത്തിലാണ്. എല്ലാം ഹൈടെക് സംവിധാനത്തിലേക്കും ഡിജിറ്റൽ സംവിധാനത്തിലേക്കും അതുപോലെ AI സംവിധാനത്തിലേക്കും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കാലം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിന് ഒരല്പം വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നോക്കിക്കഴിയുമ്പോൾ നാളെ വാ എന്ന് സ്വാഭാവികമായും പറയാൻ ചാൻസ് ഉണ്ട്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. കാരണം നൂറുകണക്കിന് അപേക്ഷകളും ആളുകളും വന്നുകൊണ്ടിരിക്കുകയാണ് സേവനങ്ങൾക്ക്. അപ്പോൾ മാന്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ അത് മാന്യമായി നോക്കിയിട്ട് അത് പറയാറുമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായും നമുക്ക് നാളെ വരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള എളുപ്പ വഴികൾ തേടുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്ത് മാറി അവിടെ നിൽക്കുന്നവരോടോ അല്ലെങ്കിൽ അടുത്തുള്ള ചായക്കടകളിലോ ഒക്കെ ഇങ്ങനെ പോയി ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അവർ പറയും, ഇന്ന വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് തന്നെ ആ സംവിധാനം നടന്നേക്കാം. എന്തുകൊണ്ടാണ് അങ്ങനൊരു വഴികൾ രൂപപ്പെട്ടു വരുന്നത്? കാരണം നമുക്ക് നാളെ വരാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിന് മുൻകൈയെടുത്ത് അതിന് വേണ്ടുന്ന എളുപ്പ വഴികൾ തേടുകയും അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് ചില കൈമടക്കായോ പാരിതോഷികമായോ നമ്മൾ ചിലത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. ഇങ്ങനെ ഈ പാരിതോഷികങ്ങൾ കിട്ടുന്ന ഒരു ജീവനക്കാരൻ സ്വാഭാവികമായും അവൻ എന്ത് വിചാരിക്കും? അയാൾക്ക് ധൃതിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ തരുന്നത് നാം വാങ്ങാം. നമ്മൾ അതിന് അഡീഷണൽ സമയം കണ്ടെത്തി അവൻ ആ വർക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ലാൻഡ് റവന്യൂവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ എല്ലാം തരികടയാണ്. കാരണം പണ്ട് കാലം മുതലുള്ള സർവേകളും റീസർവേകളും പൂർത്തിയാവാത്ത പല വില്ലേജ് ഓഫീസുകളിലുമൊക്കെ ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. എല്ലാം ഓൺലൈൻ സംവിധാനത്തിലൂടെയും റീസർവേ നടന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. ആ ബേസിക് ആയിട്ടുള്ള ഓഫീസ് വില്ലേജ് ഓഫീസാണല്ലോ. അങ്ങനെ അവിടെ നമ്മൾ സമീപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതായി നമ്മളുടെ ദൃഷ്ടിയിലും അനുഭവങ്ങളിലും നമുക്ക് കേൾക്കാനായിട്ട് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എല്ലാ ജീവനക്കാരെയും അങ്ങനെ അഴിമതിക്കാരാണെന്ന് ചിത്രീകരിക്കാമോ? തന്നെയുമല്ല, ഇന്ന് സർക്കാർ ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് രക്ഷപ്പെട്ടു, സർക്കാർ ജീവനക്കാരനല്ലേ, കിമ്പളം വാങ്ങുന്നവരല്ലേ, എന്തെല്ലാം വിധത്തിലാണ് പൈസ വരുന്നത്? സ്വാഭാവികമായും ശരിയാണ്. കാരണം ഇതിൽ എത്ര ശതമാനം ആളുകളുണ്ട് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. 5% ആളുകളോ അല്ലെങ്കിൽ 5-6% ആളുകളോ ആണ് ഇത്തരത്തിൽ ഒരു സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുള്ളൂ എന്നുള്ളതാണ് പൊതുവിൽ പഠനം വിലയിരുത്തുന്നത്. സർക്കാർ മേഖലയിൽ വരുന്ന ഒരാൾ എല്ലാവരും അഴിമതിക്കാരായിട്ടോ കൈക്കൂലിക്കാരായിട്ടോ അല്ല ജോലിയിൽ വരുന്നത്. അവിടെ വരുന്നവരിൽ ഭൂരിഭാഗവും നമ്മൾ സമൂഹം തന്നെയാണ് അവരെ അഴിമതിക്കാരാക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. അല്ലാത്തവരും കുറേ പേർ കണ്ടേക്കാം. പക്ഷേ ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു ഓഫീസിൽ വരുമ്പോൾ അവൻ അഴിമതിക്കാരനായി ആദ്യം തന്നെ മാറാൻ കഴിയില്ല. കാരണം അവൻ അവിടുത്തെ പശ്ചാത്തല സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലേക്ക് മാറുന്നവർക്ക് മാറാൻ കഴിയൂ. അതിന് നമ്മുടെ രാഷ്ട്രീയക്കാർ, അതുപോലെ ഇടനിലക്കാർ, ഇങ്ങനെ ഓരോ ഏജന്റുമാരായി രൂപപ്പെടുന്നവരൊക്കെ ഇതിന് കാരണക്കാരാണ് എന്നാണ് എൻ്റെ പക്ഷം. ഒരു ഓഫീസിൻ്റെ ചുറ്റും പ്രത്യേകിച്ച് RTO ഓഫീസുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന ഒരു ഓഫീസാണ് RTO ഓഫീസുകൾ. കാരണം വാഹനങ്ങൾ ആയിരക്കണക്കിന് കുന്നുകൂടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് RTOയെ സമീപിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഒരു ടാക്സ് അടയ്ക്കാൻ ചെല്ലുന്നവർ അവിടെ നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവൻ അടുത്ത വഴി അന്വേഷിക്കുന്നു. അങ്ങനെ വരുന്നവൻ പിന്നീട് കൺസൾട്ടൻ്റായി മാറുന്നു. അങ്ങനെ ഓഫീസിന് ചുറ്റും RTO ഓഫീസിന് ചുറ്റും RTO കൺസൾട്ടന്റുമാരുടെ ഒരു നീണ്ട നിര തന്നെ കാണുന്നു. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളുടെ ചുറ്റും ടാക്സ് അടയ്ക്കാനും മറ്റ് കാര്യങ്ങൾക്കുമായി പല സംവിധാനങ്ങളുടെ ഏജന്റുമാർ രൂപപ്പെടുന്നു. തന്നെയുമല്ല, ഒരു ഓഫീസിൽ ഒരു താലൂക്ക് ഓഫീസിൻ്റെയൊക്കെ പരിസരത്ത് ഇരുന്നാൽ പലരും നമുക്ക് കാണാം
അപേക്ഷ എഴുതാതിരിക്കുന്നവരെ നമുക്ക് കാണാം. അവർ നമുക്ക് തോന്നും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നിരിക്കുകയാണ്, അത് ശരിയുമാണ്. പക്ഷേ അവരെങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒരു അപേക്ഷ എഴുതാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ 100% സാക്ഷരത നേടിയവരാണ്. അവർ അപേക്ഷ എഴുതി പൂരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ അറിയില്ല. അത്തരത്തിലേക്ക് നമ്മൾ മാറുന്നു. നമ്മൾ അതിൽ ശ്രമിക്കാറില്ല. അപ്പോൾ അവിടെയും നമ്മൾ 10-15 രൂപ കൊടുക്കേണ്ടി വരുന്നു. എങ്ങനെയാണ് അത് കൊടുക്കേണ്ടി വരുന്നത്? അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മൾ അവിടെ അത്രയും പോലും നമ്മൾ അപേക്ഷ എഴുതാൻ പോലും നമ്മൾ തയ്യാറല്ല. എന്നിട്ട് മറ്റുള്ളവരെല്ലാം സർക്കാർ ജീവനക്കാർ മൊത്തം കുറ്റക്കാരാണ്, അഴിമതിക്കാരാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. എന്നാൽ വല്ലാത്തൊരു സംഘങ്ങൾ ലോകത്തും രാജ്യത്തും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് മുഴുവൻ സർക്കാർ ജീവനക്കാരും അതിൽ പങ്കാളികളല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം മറ്റൊന്നുമല്ല, ഏത് മേഖല എടുത്താലും അവിടെ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് സർക്കാർ ഓഫീസിൽ ഇത്തരത്തിൽ അഴിമതിക്കാരും മറ്റു തരത്തിലുമായി രൂപപ്പെടുന്നത് എന്നാണ്. കാരണം ഒരാൾക്ക് വെറുതെ നമ്മൾ കാശ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവൻ പിറ്റേ ദിവസവും അത് ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ അവൻ ആ തരത്തിലേക്ക് മാറിയിട്ട് പിന്നെ അവൻ പുതിയ ഫിനാൻസ് മേഖലകളിലേക്കും ചിട്ടി ചേരാനും ഒക്കെ ആയിട്ട് നോക്കും. അപ്പോൾ അവന് അതിന് പൈസ തികയാതെ വരുമ്പോൾ അവൻ ഇത്തരത്തിൽ അവൻ ചോദിച്ചു വാങ്ങാൻ തുടങ്ങുന്നു. അതിന് കാരണം നമ്മൾ തന്നെയാണ് എന്നതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. സ്വാഭാവികമായും മുഴുവൻ ജീവനക്കാരെയും നമ്മൾ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ കൈക്കൂലിക്കാരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്ന് നാം തിരിച്ചറിയുക. നമ്മളൊരു പഞ്ചായത്തിലോ ഒരു വില്ലേജിൻ്റെ പരിധിയിലോ നമ്മൾ ആരും ഒരു കുറച്ചുപേർ സംഘം ചേർന്ന് ഒരാൾക്കും 10 പൈസ കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചു നോക്കൂ. അങ്ങനെ ഉത്തരത്തിലേക്ക് നമ്മൾ നമ്മളുടേതായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചിട്ടവട്ടത്തിലൊക്കെ ആക്കി നോക്കൂ. നമ്മൾ അല്പം ക്ഷമയോടെ കാത്തിരിക്കാൻ, അതുപോലെ 1-2 ദിവസം ഓഫീസുകൾ കയറി ഇറങ്ങാൻ നമ്മൾ തയ്യാറായി നോക്കൂ. ഏത് ഓഫീസിൻ്റെയും അഴിമതികളും അതുപോലെ അവിടുത്തെ കൈക്കൂലിക്കാരെയും നമുക്ക് പുറത്താക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നാം അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. മുഴുവൻ ജീവനക്കാരും അഴിമതിക്കാരല്ല. കാരണം പൊതുവെ രാഷ്ട്രീയക്കാരൊക്കെ റാലി നടത്തുമ്പോഴും അതുപോലെ ചായക്കടകളിലും വീഡിയോ തിരുനലുകളിലും ഒക്കെ സംസാരിക്കുന്നത് സർക്കാർ ജീവനക്കാർ മുഴുവൻ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ കൊള്ളരാത്തവരാണ് എന്നാണ്. കേവലം 5-6% ആളുകൾ അഴിമതിക്കാരാണ്, കൊള്ളക്കാരാണ് എങ്കിൽ മുഴുവൻ ജീവനക്കാരെയും അഴിമതിക്കാരാണ് എന്ന് താരതമ്യം അടിക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യവുമില്ല. എൻ്റെ പക്ഷവും അതല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൈക്കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നവൻ സ്വാഭാവികമായും നമുക്ക് അമിതമായി പണം കിട്ടുന്നതാണ് മോഹിക്കുന്നതിൽ അവനെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കിട്ടുന്ന പണം എത്ര കിട്ടിയാലും മതി വരാത്തവരാണ് പൊതുസമൂഹവും നമ്മളും ഉൾപ്പെടെ. അപ്പോൾ സ്വാഭാവികമായും വെറുതെ കിട്ടുമ്പോൾ അതിനെ പെരുപ്പിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കുക സ്വാഭാവികമാണ്. ഇന്ന് അഴിമതി ഇല്ലാതാക്കാൻ ഒരുപാട് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ആ വഴി തേടാതെ സർക്കാർ ജീവനക്കാരെ ഒന്നടങ്കം അഴിമതിക്കാരും കൈക്കൂലിക്കാരുമായി ചിത്രീകരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് നമ്മൾ തന്നെ നല്ലവനാകുക. നമ്മൾ കൈക്കൂലി കൊടുക്കില്ല എന്ന്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ തരത്തിൽ നമ്മൾ രേഖാപരമായി നമ്മൾ തന്നെ നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ ഈ പരിപാടി, ഈ ഒരു ആക്ഷേപം സർക്കാർ ജീവനക്കാരുടെ മേലുള്ളത് മാറിക്കിട്ടുകയും അവർ ആത്മാർത്ഥതയോടെ പണിയെടുക്കാൻ തയ്യാറാവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും ഈ വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേട്ട നിങ്ങൾ എല്ലാവർക്കും സന്തോഷവും നന്മയും നേരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.